രാത്രി നേരത്തെ എഴുതിക്കൊണ്ടിരിക്കുമ്പോ ആര് വന്ന് കൈതട്ടാനാ? ഇത് വളരെ സിമ്പിളാണ് അച്ചോ. വിശാൽ, തനിക്ക് പണ്ടേ ഒരു കുഴപ്പമുണ്ട്. സംഗീതം വിഷയമാക്കി എന്തു ചെയ്യുമ്പോഴും താൻ സകലതും മറക്കുന്നു. നമ്മൾ മനസ്സു കേന്ദ്രീകരിച്ചൊരു വാക്ക് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് എഴുതിയ വാക്കുകളേക്കാൾ മുൻപേ സഞ്ചരിക്കും. ഇനി എഴുതാനുള്ള വാക്കുകൾ മുൻകൂട്ടി കാണുമ്പോൾ അതിലേക്ക് എത്താനുള്ള ആവേശത്തിൽ മനസ്സ് നമ്മുടെ കൈപിടിച്ച് ഇങ്ങനെ മുമ്പോട്ട് തള്ളും. വിശാലിൻ്റെ കൈ തട്ടിയത് മറ്റാരുമല്ല, വിശാലിൻ്റെ മനസ്സ് തന്നെയാണ്. ആ വാതിലടച്ചത് ആരുടെ മനസ്സാണ്? അങ്ങനെ ചോദിക്കൂ. അത് വെറും കാറ്റ്, അതായത് വിൻഡ്. ഐ വിൽ പ്രൂവ് ഇറ്റ്. ദാ നോക്കൂ, ഈ മുറിയുടെ ഇരുഭാഗത്തും കെട്ടിടങ്ങളാണ്. അതിനിടയിലൂടെ വരുന്ന കാറ്റ് ഉരുണ്ടുകൂടി ഒരു ചാലിലൂടെ ശക്തമായി ഈ മുറിയിലേക്ക് പ്രവേശിക്കും. അപ്പോൾ വാതിൽ അടയും. പേടിക്കണ്ട, ഇപ്പോൾ വാതിൽ തുറന്നത് നേരത്തെ വാതിലടച്ച കാറ്റിന്റെ പ്രതികൂല ശക്തിയാണ്. നടന്നു വരുമ്പോ ജനവാതിൽ താനെ തുറന്ന് ആ മനോജിന്റെ മുഖത്തടിച്ചു. അവന്റെ സബ്ജക്ട് ഫിസിക്സാ, എന്നിട്ടും അവനത് മനസ്സിലായില്ല. ഇവിടുത്തെ മുറികൾ പലതും അടച്ചിട്ടിരിക്കുകയാണ്. അടച്ചിട്ടിരിക്കുന്ന മുറികളിൽ വായുമർദ്ദം കൂടും. അപ്പോൾ വായുവിന് പുറത്തേക്ക് പോകാൻ വെമ്പലുണ്ടാകും. അന്നേരം വിജാഗിരികളും കുറ്റികളുമുള്ള ജനവാതിലുകൾ ടപേന്ന് പറഞ്ഞു തുറക്കും. ഞാനിതെപ്പോഴും കാണുന്നതല്ലേ അച്ചോ. ഇന്നിപ്പോ രാവിലെ എന്റെ കുളിമുറിയിലെ ഞാൻ കുളിക്കാൻ കയറിയപ്പോ വാതിലകത്ത് നടച്ചതാ. എന്നിട്ട് ഇപ്പൊ ഇതാന്ന് പറഞ്ഞ് തുറന്നില്ലേ? ഇല്ല, മുൻവശത്തെ വാതിൽ അടച്ചിരുന്നു. ഓ ജീസസ്. ഇന്നലെ രാത്രിയില്, അതായത് നൈറ്റില് എന്താണ് സംഭവിച്ചത്? ഒരു ബൾബ് കത്തുമ്പോൾ മറ്റവൻ കെടും, അവൻ കത്തുമ്പോൾ ഇവള് കെടും. മുഴുവൻ ലൂസ് കോണ്ടാക്റ്റ് ആയിരുന്നു. സകലതും ഞാൻ ശരിയാക്കി. ഇനി ഈ ഭാഗത്ത് ഒരു ബൾബും സ്വിച്ചിടാതെ കത്തില്ല. മതി അച്ചോ, 3-4 ദിവസത്തേക്ക് റിഹേഴ്സൽ ഉണ്ടാവില്ലെന്ന് കുട്ടികളോട് പറയണം. വീട്ടിൽ പോകേണ്ടവർ പൊയ്ക്കോട്ടെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ശരിയാക്കാനുണ്ട്. വിശാൽ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. 3-4 ദിവസത്തേക്ക് റിഹേഴ്സൽ നടക്കില്ല അച്ചോ. എനിക്ക് വേറെ കുറേ കാര്യങ്ങൾ ശരിയാക്കാനുണ്ട്. ഓ,
പരമേശ്വരൻ, അത് കേൾക്കുന്നില്ലേ? അതാരാ ഈ രാത്രി ചാപ്പലിൽ നിന്നത് വായിക്കുന്നത്? ഞാനും കേൾക്കുന്നുണ്ട്. കുട്ടികളാരെങ്കിലും? കുട്ടികളോ? ഏത് കുട്ടികൾ? കുട്ടികൾക്ക് കളിക്കാനാണോ ഞാൻ അതവിടെ സൂക്ഷിച്ചിരിക്കുന്നത്? നോ, അത് മറ്റാരോ ആണ്. എനിക്കതാരാണെന്ന് അറിയണം. പരമേശ്വരൻ വരൂ, നമുക്കത് പോയി നോക്കാം. വേണ്ട മാഡം, രാത്രിയാണ്. ഈ സമയത്ത് അങ്ങോട്ട് പോകുന്നത് ശരിയല്ല. നമുക്ക് നാളെ രാവിലെ പോയി അന്വേഷിക്കാം. കഴിഞ്ഞു, അത് പോയി. ഇപ്പോ കേൾക്കുന്നില്ലല്ലോ.